ഹലോ എവ്രി വൺ, ഞാൻ റിസ്നി. ഞാൻ SSLC എക്സാമിനേഷൻ മാർച്ച് 2020 ബയോളജി സബ്ജക്റ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. കാരണം ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ടെക്സ്റ്റ് ബുക്കിലെ കുറേ ഭാഗങ്ങൾ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഏതൊക്കെ ഭാഗങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ കുറേ ടോപ്പിക്സ് നമുക്ക് അങ്ങനെ തന്നെ കവർ ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഫസ്റ്റിൽ വരുന്നത് ആൻസർ എനി 5 ക്വസ്റ്റ്യൻ ഫ്രം ക്വസ്റ്റ്യൻ നമ്പർ 1 to 6 ആണ്. ഈച്ച് ക്യാരീസ് 1 സ്കോർ. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ പ്രോസസ് ദാറ്റ് ലീഡ്സ് ടു ദ ഫോർമേഷൻ ഓഫ് ഇമ്പൾസസ് ഇൻ ദ ഫോട്ടോ റിസെപ്റ്റേഴ്സ് ഈസ്. അതിൽ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ ഏത് ഓപ്ഷനാണ് വരുന്നതെന്നാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഇമ്പൾസസ്, അതായത് ഇമ്പൾസസ് ഉണ്ടാകുന്നത് കാരണം ഫോട്ടോ റിസെപ്റ്റേഴ്സിൽ ഇമ്പൾസ് ഉണ്ടാകാനുള്ള കാരണം എന്ത് പ്രോസസ്സാണെന്നാണ് ചോദിക്കുന്നത്. ദ ഡിസോസിയേഷൻ ഓഫ് വിഷ്വൽ പിഗ്മെൻറ്റ്സ് ഇൻ ദ പ്രസൻസ് ഓഫ് ലൈറ്റ് ആണ്. അതായത് വെളിച്ചത്തിൻ്റെ പ്രസൻസിൽ വിഷ്വൽ പിഗ്മെൻറ്റ്സിന് ഡിസോസിയേഷൻ സംഭവിക്കുക, അതായത് വിഘടനം ഉണ്ടാവുന്നതിൻ്റെ ഫലമായിട്ടാണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ആർ ഇൻഡിക്കേറ്റഡ് ബൈ 1 and 2 ഇൻ ദ ഇല്ലുസ്ട്രേഷൻ ഓഫ് DNA മോളിക്യൂൾസ് ഗിവൺ ബിലോ. അതായത് DNA മോളിക്യൂളിൻ്റെ പിക്ചർ തന്നിട്ടുണ്ട്. അതിൽ 1ഉം 2ഉം ഇട്ടിട്ടുണ്ട്. അത് രണ്ടും എന്താണ് വരുന്നതാണ് ചോദിക്കുന്നത്. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ആ പേര് മാത്രം എഴുതാം. ഒന്നാമത്തേത് ഗുവാനൈനും രണ്ടാമത്തേത് ഫോസ്ഫേറ്റുമാണ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. അനലൈസ് ദ ഗിവൺ സിംറ്റംസ് ആൻഡ് ഐഡൻറ്റിഫൈ ദ ഡിസീസ് ആണ്. അത് 3 സിംറ്റംസ് തന്നിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഇത് പറയാനാണ് പറയുന്നത്. ഡിസീസ് ഒന്ന് ലോ മെറ്റബോളിക് റേറ്റ്, ഹൈപ്പർ ടെൻഷൻ, ഇൻഫ്ലമേഷൻ ഇൻ ടിഷ്യൂസ്. ഇത് 3 വരുന്നത് മിക്സഡിമ എന്നൊരു അസുഖത്തിൻ്റെ കാരണമാണ്. ഓക്കെ, ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ. ബേസ്ഡ് ഓൺ ദ ഗിവൺ മോഡൽ മേക്ക് എ സ്യൂട്ടബിൾ പെയർ ഫ്രം ദ ഫോളോയിങ് ബോക്സസ്. ഇപ്പോൾ ചാൾസ് ഡാർവിൻ ആണ് ദ തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ കൊണ്ടുവന്നത്. അതുപോലെ തന്നെ കുറേ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ ആരാണ് എന്ത് കൊണ്ടുവന്നതെന്ന് പറയണം. ഹ്യൂഗോ ഡി വ്രൈസ്, ഇദ്ദേഹമാണ് മ്യൂട്ടേഷൻ തിയറി കൊണ്ടുവന്നത്. ഓക്കെ, അപ്പോൾ അതുമായി. ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. ഇൻ പ്ലാന്റ്സ് വിച്ച് ഈസ് ദ കെമിക്കൽ സബ്സ്റ്റൻസസ് ദാറ്റ് പ്രിവെൻറ്റ്സ് ദ ജേംസ് ദാറ്റ് ഹാവ് ക്രോസ്ഡ് ദ സെൽ വാൾ ഫ്രം എൻറ്ററിങ് ദ സെൽ മെംബ്രെയിൻ ആണ്. അതായത് പ്ലാന്റിൽ ഏതാണ് ഒരു കെമിക്കൽ സബ്സ്റ്റൻസസ് ഉള്ളത്, ജേംസ് അതിൻ്റെ അകത്തേക്ക് കയറുന്നതിൽ നിന്നും, ദാറ്റ് ഹാവ് ക്രോസ്ഡ് ദ സെൽ വാൾ ഫ്രം എൻറ്ററിങ് ദ സെൽ മെംബ്രെയിൻ, അതായത് സെൽ മെംബ്രെയിൻ നിന്ന് സെൽ വാളിലേക്ക് ക്രോസ് ചെയ്യാൻ സമ്മതിക്കാത്ത കെമിക്കൽ സബ്സ്റ്റൻസ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. അതാണ് കാലോസ് എന്ന് പറയുന്നത്. ഇനി സിക്സ്ത് ക്വസ്റ്റ്യൻ. സെലക്ട് ദ കറക്റ്റ് പെയർ ഫ്രം ദ ഫോളോയിങ് ഓപ്ഷൻ. ഈ കുറേ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ളതാണ് പറയാൻ പറഞ്ഞിരുന്നത്. അതിലാണ് ജിനോം എന്ന് പറഞ്ഞ തേർഡ് ഓപ്ഷനാണ് വരുന്നത്. ജിനോം എന്ന് പറഞ്ഞത് ദ കംപ്ലീറ്റ് ജനറ്റിക് മെറ്റീരിയൽ പ്രസൻറ്റ് ഇൻ ആൻ ഓർഗാനിസം. അതായത് ഒരു ജീവിയിൽ അടങ്ങിയിരിക്കുന്ന മൊത്തം ജനിതക വസ്തുവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ജീനോം എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയുള്ള ഇതെന്ന് വെച്ചാൽ ഏതെങ്കിലും 6 ക്വസ്റ്റ്യന് ആൻസർ ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. പക്ഷെ നമുക്ക് എല്ലാ ക്വസ്റ്റ്യനും ഡിസ്കസ് ചെയ്യാം. 7th ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. സ്യൂട്ടബിളി അറേഞ്ച് ദ ഇൻഫോർമേഷൻ അണ്ടർ ദ ഗിവൺ ഹെഡിങ്സ് ആണ്. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അതും 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ ബ്രെയിൻ്റേത് ഏതാണ് വരുന്നത്, സ്പൈനൽ കോഡിൻ്റേത് ഏതാണ് വരുന്നത്. ബ്രെയിനിൻ്റെ ഫംഗ്ഷൻ എന്തൊക്കെ ആയിരിക്കും, സ്പൈനൽ കോഡിൻ്റെ ഫംഗ്ഷൻ എന്താണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബ്രെയിനിൻ്റെ ഫംഗ്ഷൻ ഡിസ്കസ് ചെയ്യാം. ഇവോക്ക് സെൻസേഷൻ, അതായത് സെൻസേഷനെ ഉണർത്തുന്നു. ഇപ്പോൾ നമ്മൾ തൊട്ടു എന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അത് ബ്രെയിനിനാണ് കഴിയുന്നത്. പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ വരുന്നത് കോർഡിനേറ്റ് മസ്കുലാർ ആക്ടിവിറ്റീസ് ആൻഡ് മെയിൻറ്റെയിൻ ഇക്വിലിബ്രിയം ഓഫ് ദ ബോഡി, അതായത് ശരീരത്തിൻ്റെ സന്തുലിതാവസ്ഥ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഇങ്ങനെ മസ്കുലാർ ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട്. ഇനി സ്പൈനൽ കോഡിൻ്റെത് എന്താണെന്ന് നോക്കാം. കോർഡിനേറ്റ് ദ റിപ്പീറ്റഡ് മൂവ്മെൻറ്റ്സ് ഡ്യൂറിങ് വാക്കിംഗ് ആൻഡ് റണ്ണിങ്. നമ്മൾ ഓടുമ്പോഴും നടക്കുമ്പോഴുമുള്ള റിപ്പീറ്റഡ് മൂവ്മെൻറ്റ്സിനെ കോർഡിനേറ്റ് ചെയ്യുന്നത് സ്പൈനൽ കോഡാണ്. അതുപോലെ തന്നെ ഇമ്പൾസസ് ഫ്രം ദ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡി ആർ ട്രാൻസ്മിറ്റഡ് ടു ആൻഡ് ഫ്രം ദ ബ്രെയിൻ. ബ്രെയിനിൽ നിന്നും ശരീരത്തിൻ്റെ ഭാഗങ്ങളിലേക്കും അതുപോലെ തന്നെ ശരീരത്തിൻ്റെ ഭാഗങ്ങളിൽ നിന്ന് ബ്രെയിനിലേക്കും ഇമ്പൾസസിനെ കൊണ്ടുപോകുന്നത് ആരാണ്, അതും സ്പൈനൽ കോഡാണ്. ഇനി 8ാമത്തെ ക്വസ്റ്റ്യൻ.
അനലൈസ് ദ ഫോളോയിങ് ഇല്ലുസ്ട്രേഷൻ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്. അതായത് ഒരു പിക്ചർ പോലെ തന്നിട്ടുണ്ട്. ഇപ്പം ജീൻസ് ഡിറ്റർമിൻ ഹെറിഡിറ്ററി ട്രേറ്റ്സും എനർജി ഈസ് സ്റ്റോർഡ് ഇൻ ദ ATP മോളിക്യൂൾസ്. അത് രണ്ടിലും എന്ത് വരുന്നുണ്ട്? ബാക്ടീരിയയും ഹ്യൂമൻ ബീയിങ്സും വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പിക്ചറിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാവുന്നതാണ് ചോദിക്കുന്നത്. വാട്ട് പ്രൂഫ് ഓഫ് ഇവല്യൂഷൻ ഡസ് ദ ഇല്ലുസ്ട്രേഷൻ ഗീവ്? ഇതിപ്പോൾ ഇവല്യൂഷനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ എന്ത് പ്രൂഫാണ് ഈ ഒരു ചിത്രത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ഇവല്യൂഷനെ പറ്റി എന്ന് വെച്ചാൽ, ഡിഫറെൻറ്റ് സ്പീഷീസ് ദാറ്റ് എക്സിസ്റ്റ് ടുഡേ ഹാവ് എ കോമൺ ആൻസെസ്റ്റേഴ്സ്. ഇതിൽ കുറേ സ്പീഷീസ് ഉണ്ടെങ്കിലും കൂടി പക്ഷേ ഇവരെല്ലാവരും വന്നിരിക്കുന്നത് ഒരു കോമൺ ആൻസെസ്റ്ററിൽ നിന്നാണെന്ന് നമുക്ക് മനസ്സിലാകാം. രണ്ടാമത്തേത് ബി പാർട്ട് നോക്കാം. ഡസ് ദ സ്റ്റഡി ഓഫ് ഹോമോലോജിയസ് ഓർഗൻസ് ഗീവ് സിമിലർ പ്രൂഫ്? ഹൗ? ഹോമോലോഗസ് ഓർഗൻസിന് ഉള്ള സിമിലർ പ്രൂഫ് ഉണ്ടോ? അപ്പോൾ അതിന് എങ്ങനെയാണ്, അതിനെക്കുറിച്ചാണ് ചോദിക്കുന്നത്. അതിൻ്റെ ആൻസർ എന്താണെന്ന് വെച്ചാൽ യെസ്. Comparative morphology gives us enough evidence to prove evolution through the external structure of the organs varies because they are to do different functions. We can observe basic similarities in the structure of internal organs, even living beings of species. All these are given clear evidence that there is a common ancestor for all these living beings. അപ്പോൾ ഇവർ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ആവാസ വ്യവസ്ഥക്കനുസരിച്ച് നമ്മൾ ജീവിക്കുന്ന സ്ഥലത്തിനനുസരിച്ച് സ്പീഷീസിൻ്റെ എക്സ്റ്റേണൽ സ്ട്രക്ചർ ഡിഫറെൻ്റ് ആയി. പുറമേ നിന്ന് കാണുമ്പോൾ അവരൊക്കെ ഡിഫറെൻ്റ് ആണ്, പക്ഷേ അവരുടെ ഇൻറ്റേർണൽ ഓർഗൻസ് ഒക്കെ സെയിം ആണെന്നാണ് പറയുന്നത്. ഇനി 9th ക്വസ്റ്റ്യൻ നോക്കാം. അനലൈസ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് ടു സർട്ടൻ ഡിസീസസ് ആൻഡ് ഗീവ് ദ റീസൺ ഫോർ ഈച്ച്. അതായത് ഓരോ സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കിയിട്ട് ഏത് ഡിസീസിൻ്റെതാണെന്നും അതിൻ്റെ റീസണും, അതായത് ഡിസീസ് പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ റീസണും പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ കാരണം എന്താണെന്ന് നമ്മൾ അനലൈസ് ചെയ്യാനാണ് വേണ്ടത്. ഇൻ ഹെപ്പറ്റൈറ്റിസ് എന്നുള്ള അസുഖത്തിൽ ഡാർക്ക് യെല്ലോ കളർ അപ്പിയേഴ്സ് ഇൻ വൈറ്റ് പോർഷൻ ഓഫ് ദ ഐസ് ആൻഡ് ദ നെയിൽസ്. അതായത് നെയിലിലും കണ്ണുകളിലും എന്താണ് നല്ല യെല്ലോ കളർ വരുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം അതിൻ്റെ കാരണം എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ബിക്കോസ് ദർ വിൽ ബി എൻ ഇൻക്രീസിങ് ഇൻ ദ ലെവൽ ഓഫ് ദ ബൈൽ പിഗ്മെൻറ്റ് കോൾഡ് ബിലിറൂബിൻ ഇൻ ബ്ലഡ് ഡ്യൂ ടു ദ ഫ്ലോ ഓഫ് ബൈൽ സെക്രീറ്റഡ് ബൈ ദ ലിവർ ഈസ് ബ്ലോക്കഡ്. അതായത് നമ്മളുടെ രക്തത്തിൽ ബിലിറൂബിൻ, അതായത് ബൈൽ പിഗ്മെൻ്റായ ബിലിറൂബിൻ കൂടുന്നതാണ് യെല്ലോ കളറിന് കാരണം. അതെന്താ കാരണം എന്ന് വെച്ചാൽ ലിവർ സെക്രീറ്റ് ചെയ്യുന്ന ഒരു ബൈൽ പിഗ്മെൻ്റ് ഉണ്ട്, അത് ബ്ലോക്ക് ആവുകയാണ്. അത് കാരണം ബ്ലഡിൽ ഇതിൻ്റെ അളവ് കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തത് ഇൻ ഡിഫ്തീരിയ ആൻ ആഷ് കളേർഡ് തിക്ക് കോട്ടിംഗ് ഫോം ഇൻ ദ ത്രോട്ട് ആണ്. ഡിഫ്തീരിയയിൽ എന്താ ഉണ്ടാവുന്നത് വെച്ചാൽ ഒരു ആഷ് കളറ് തിക്ക് കോട്ടിംഗ് ഉണ്ടാവുന്നുണ്ട് ത്രോട്ടിൽ. അതിൻ്റെ കാരണം ദ ബാക്ടീരിയ കോസിങ് ഡിഫ്തീരിയ പ്രൊഡ്യൂസ് ടോക്സിൻസ് ദാറ്റ് ഡിസ്ട്രോയ് ദ സെൽസ് ഓഫ് ദ മ്യൂക്കസ് മെംബ്രെയിൻ. ദ സെൽസ് ഡിസ്ട്രോയ്ഡ് ബൈ ദ ടോക്സിൻ പ്രൊഡ്യൂസ് in diphtheria, that is ash colored thick coating forms in the throat ആണ്. അതായത് ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് മ്യൂക്കസ് മെംബ്രെയിൻ അത് ഡിസ്ട്രോയ് ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് അവിടെ ഒരു തിക്ക് കോട്ടിങ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി 10th ക്വസ്റ്റ്യൻ നോക്കാം. ഒബ്സർവ് ദ പിക്ചർ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. പിക്ചർ നോക്കിയിട്ട് നമ്മൾ ഈ ഓരോ ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാനാണ് പറയുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം, ആദ്യ പിക്ചർ നോക്കാം. ഇതിൽ ഒരു ഭാഗം അടയാളപ്പെടുത്താൻ പറഞ്ഞിട്ട് ഒരു ഭാഗം അടയാളപ്പെടുത്തിയിട്ടുണ്ട് മൈലിൻ ഷീത്ത് എന്ന്. നെയിം ദ പാർട്ട് ഇൻഡിക്കേറ്റഡ് ആസ് 1 എന്ന് പറഞ്ഞ പാർട്ട് ഏതാണെന്നാണ് ചോദിക്കുന്നത്. അതാണ് ആക്സോൺ എന്ന് പറയുന്നത്. ഹൗ ഡസ് മൈലിൻ ഷീത്ത് ഫോം? എങ്ങനെയാണ് മൈലിൻ ഷീത്ത് ഫോം ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. ഇറ്റ് ഫോംഡ് ഓഫ് ഷ്വാൻ സെൽസ് ആണ്. മൈലിൻ ഷീത്ത് ഇൻ ദ ബ്രെയിൻ ആൻഡ് ദ സ്പൈനൽ കോഡ് ഈസ് ഫോംഡ് ഓഫ് സ്പെഷ്യലൈസ്ഡ് സെൽസ് കോൾഡ് ഒളിഗോഡെൻഡ്രോസൈറ്റ്സ് ആണ്. ഓക്കെ, എങ്ങനെയാണ് മൈലിൻ ഷീത്ത് ഫോം ചെയ്യുന്നതാണെന്ന്, അത് ഷ്വാൻ സെല്ലിനാണ് മൈലിൻ ഷീത്ത് ഫോം ചെയ്യുന്നത്. എങ്ങനെയാണ് മൈലിൻ ഷീത്ത് ഇൻ ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ഈസ് ഫോംഡ് ഓഫ് സ്പെഷ്യലൈസ്ഡ് സെല്ലാണ്. അതായത് ഒരു സ്പെഷ്യലൈസ്ഡ് സെല്ലിൻ്റെ കാരണമാണ് ഈ മൈലിൻ ഷീത്ത് ഫോം ചെയ്യുന്നത്. ആ സ്പെഷ്യലൈസ്ഡ് സെല്ലിനെയാണ് നമ്മൾ ഒളിഗോഡെൻഡ്രോസൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് 11th ക്വസ്റ്റ്യൻ നോക്കാം. അനലൈസ് ദ ടേബിൾ റിലേറ്റഡ് ടു ഹ്യൂമൻ ക്രോമസോംസ് ആൻഡ് അറേഞ്ച് ദ കോളം ബി അക്കോർഡിംഗ് ടു വിത്ത് കോളം എ. അതായത് നമ്മളെ ഹ്യൂമൻ ക്രോമസോമിനനുസരിച്ച് കോളം എയും ബിയും തമ്മിൽ ഇതാക്കാനാണ് പറയുന്നത്. ആദ്യത്തേത് എന്താണ്?
സെക്സ് ക്രോമസോം ഏതാണ്? XY ആണ് സെക്സ് ക്രോമസോം എന്ന് പറയുന്നത്. സൊമാറ്റിക് ക്രോമസോംസ് എന്ന് പറയുന്നത് എന്താണ്? സൊമാറ്റിക് ക്രോമസോം 22 പെയേഴ്സ് ആണ്. ദ ക്രോമസോംസ് ഇൻ സ്പേമിലുള്ള ക്രോമസോം എന്താണെന്നാണ് ചോദിക്കുന്നത്. 22 + Xഉം 22 + Y, അതായത് മെയിലാണ് നമ്മുടെ കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് തീരുമാനിക്കുന്നത്. സ്പേം എന്ന് പറയുന്നത് മെയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ മെയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ 22 + X ക്രോമസോമും 22 + Y ക്രോമസോമും ഉണ്ടായിരിക്കും. ഇൻ ക്രോമസോം ഇൻ ഓവം എന്ന് പറയുന്നത് എന്താണ്? വുമൺ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ വുമൺ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ 22 + X ആണ്. അതായത് ഒരൊറ്റ ഇത് തീരുമാനിക്കുന്നത് ഫീമെയിൽ ചെയ്യുന്നുള്ളൂ. പക്ഷേ മെയിലാണ് ബേബി ഏതാണെന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ടുള്ളത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് 2 ക്രോമസോമും സ്പേം തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി 12th ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫങ്ഷൻസ് ഓഫ് ദ സെൽ ഇൻ സ്പെസിഫിക് ഡിഫൈൻസ് ആർ ഇല്ലുസ്ട്രേറ്റഡ് ബിലോ. ഐഡൻറ്റിഫൈ 1, 2, 3 and 4. അതായത് the functions of the cell in specific defines are illustrated below. Identify 1, 2, 3 and 4. അതായത് ലിംഫോസൈറ്റ് നമ്മുടെ സെല്ലിൻ്റെ ഒരു ഫങ്ഷൻസ് തന്നിട്ടുണ്ട്. അതിലുള്ള ഓരോ ഭാഗങ്ങൾ അടയാളപ്പെടുത്താനാണ് പറയുന്നത്. ലിംഫോസൈറ്റിൻ്റെ 2 ക്ലാസിഫിക്കേഷനാണ്. ഒന്ന് T ലിംഫോസൈറ്റും B ലിംഫോസൈറ്റും. T ലിംഫോസൈറ്റ് എന്താ ചെയ്യുന്നത്? മച്വർ ഇൻ ദ തൈമസ് ഗ്ലാൻഡാണ്. ഓക്കെ. B ലിംഫോസൈറ്റോ മച്വർ ഇൻ ദ ബോൺ മാരോ ആണ്. ഓക്കെ. ഇനി ഈ T ലിംഫോസൈറ്റിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഡിസ്ട്രോയ് ക്യാൻസർ സെല്ലാണ്. അതുപോലെ തന്നെ എന്താണ്? സ്റ്റിമുലേറ്റ് അതർ ഡിഫൻസ് സെൽ, അല്ലെങ്കിൽ എന്താണ്? ഡിസ്ട്രോയ് സെൽ എഫക്റ്റഡ് ബൈ വൈറസ് ആണ്. എന്താണെന്ന് വെച്ചാൽ അത് മറ്റുള്ള ഡിഫൻസ് സെല്ലിനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും ചെയ്യും. അതല്ലെങ്കിൽ എന്ത് ചെയ്യും? വൈറസിനാൽ എഫക്റ്റ് ചെയ്തിട്ടുള്ള സെല്ലിനെ ഡിസ്ട്രോയ് ചെയ്യുകയും ചെയ്യും. ഇനി B ലിംഫോസൈറ്റ് ചെയ്യുന്നത് എന്താണ്? ന്യൂട്രലൈസ് ദ ടോക്സിൻസ് ഓഫ് ദ ആൻറ്റിജൻ. അതായത് ആൻറ്റിജൻ്റെ എന്താണ്? ടോക്സിൻസിനെ ന്യൂട്രലൈസ് ചെയ്യാൻ സഹായിക്കും. പിന്നെ അതുപോലെ തന്നെ ചെയ്യുന്ന വേറൊരു ഫങ്ഷനാണ് ഡിസിൻറ്റഗ്രേറ്റ് ദ സെൽ മെംബ്രെയിൻ ഓഫ് ദ ബാക്ടീരിയ ഓർ കിൽ ദം or stimulate other white blood cell, thus help to destroy pathogen. അതെന്താണെന്ന് വെച്ചാൽ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുന്നത് സെൽ മെംബ്രെയിൻ ഓഫ് ബാക്ടീരിയ ഓർ കിൽ ദം. അതായത് ബാക്ടീരിയൻ്റെ സെൽ മെംബ്രെയിനെ ഡിസിഗ്രേറ്റ് ചെയ്തിട്ട് അതിനെ കൊല്ലും. അതല്ലെങ്കിൽ എന്ത് ചെയ്യും? വൈറ്റ് ബ്ലഡ് സെൽസിനെ എന്താണ്? സ്റ്റിമുലേറ്റ് ചെയ്യും. ഇങ്ങനെ പാത്തജൻസിനെ, അതായത് പാത്തജൻസിനെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈറ്റ് സെല്ലിനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും ചെയ്യും. ഓക്കെ. ഇനി 13th ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അനലൈസ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്. ഈ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഓരോ ക്വസ്റ്റ്യന് ആൻസർ ചെയ്യണം. Though hemophilia is not completely curable, temporary relief can bring in. ഹീമോഫീലിയ എന്ന് പറഞ്ഞാൽ നമുക്ക് അസുഖത്തിൻ്റെ വേദന ഒന്ന് കുറയ്ക്കാം, പക്ഷേ അതിൽ നിന്നും ശക്തമായ ഒരു മോചനമില്ലാന്ന്. അതിൽ ഫസ്റ്റ് ഓപ്ഷൻ പറയുന്നത് ഹൗ ടെമ്പററി റിലീഫ് ക്യാൻ ബ്രിങ് ഇൻ. എങ്ങനെയാണ് നമുക്ക് ടെമ്പററി അതിൻ്റെ അസുഖം കുറയ്ക്കാൻ പറ്റുന്നത്? അതിൻ്റെ ആൻസറാണ് ഐഡൻറ്റിഫൈയിങ് ദ ഡെഫിഷ്യൻറ്റ് പ്രോട്ടീൻ ആൻഡ് ഇൻജെക്റ്റ് ഇറ്റ്. ഏത് പ്രോട്ടീനാണ് ഡെഫിഷ്യൻ്റ് എന്ന് നോക്കിയിട്ട് അത് ഇൻജെക്റ്റ് ചെയ്യാം. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വൈ കംപ്ലീറ്റ് ക്യൂർ ഈസ് നോട്ട് പോസിബിൾ. എന്തുകൊണ്ടാണ് ഇതിന് കംപ്ലീറ്റ് ആയിട്ടൊരു ഇതില്ലാത്തത്? അതിൻ്റെ ആൻസർ എന്താണെന്ന് വെച്ചാൽ ബിക്കോസ് ഇറ്റ് ഈസ് എ ജെനറ്റിക് ഡിസീസ്. കാരണം എന്താ? ഇത് ജെനറ്റിക് ഡിസീസ് ആയതുകൊണ്ടാണ് ഇത് ഇതിനൊരു കംപ്ലീറ്റ് എന്തില്ലാത്തത്? ക്യൂർ ഇല്ലാത്തത്. ഇനി ആൻസർ എനി 5 ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്. അതിൽ 14th വേണം നോക്കാം. ഒബ്സർവ് ദ ഗിവൺ സ്റ്റെപ്സ് റിലേറ്റഡ് ടു ദ എക്സ്പീരിയൻസ് ഓഫ് ടേസ്റ്റ് ആൻഡ് അറേഞ്ച് ദം പ്രോപ്പർലി. അതായത് ടേസ്റ്റിൻ്റെ എക്സ്പീരിയൻസ് ഓഫ് ടേസ്റ്റിൻ്റെ ഇത് എങ്ങനെയൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത് നമ്മൾ ഓർഡറിൽ പറയാനാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഓർഡറിൽ പറയാൻ പോവുകയാണ്. സബ്സ്റ്റൻസസ് റെസ്പോൺസിബിൾ ഫോർ ടേസ്റ്റ് ഡിസോൾവ്സ് ഇൻ സലൈവ. ആദ്യം തന്നെ നമുക്ക് രുചി എന്താണോ മനസ്സിലാക്കേണ്ടത് അതെന്തായിരിക്കും? സലൈവ നമ്മുടെ ഉമിനീരിൽ ഡിസോൾവ് ആവും. ഇപ്പോൾ രണ്ടാമത്തേത്, സബ്സ്റ്റൻസസ് റീച്ച് ദ ടേസ്റ്റ് ബഡ്സ് ത്രൂ സലൈവ. അങ്ങനെ സലൈവയിലൂടെ അത് നമ്മൾ ആ സബ്സ്റ്റൻസസ് എങ്ങോട്ട് പോകും? ടേസ്റ്റ് ബഡിലേക്ക് പോകും. ദ ടേസ്റ്റ് ഡിറ്റക്റ്റിംഗ്
കീമോ റിസപ്റ്റേഴ്സ് ആർ സ്റ്റിമുലേറ്റഡ്. അപ്പോൾ എന്താണ് ടേസ്റ്റ് ബഡിലുള്ള കീമോ റിസപ്റ്റേഴ്സ് ഇതിൻ്റെ ഫലമായിട്ട് എന്താകും, സ്റ്റിമുലേറ്റ് ആകും. അതിനുശേഷം എന്താണ്, ഇമ്പൾസസ് ഫോം ദി കെമിക്കൽ റിസപ്റ്റേഴ്സ്. അങ്ങനെ എന്താക്കും, ഇമ്പൾസസ് ഫോം ചെയ്യും. കാരണം ഇത് ബ്രെയിനിലേക്ക് പോവണമല്ലോ, അങ്ങനെ ഇമ്പൾസസ് ഫോം ചെയ്യും. ഇനി അതെന്താക്കും, ഇമ്പൾസസ് റീച്ച് ദ ബ്രെയിൻ ത്രൂ ദ നെർവ്സ്. അങ്ങനെ ബ്രെയിനിലേക്ക് ഇതെങ്ങനെ പോകുന്നത് വെച്ചാൽ നെർവ്സിൻ്റെ സഹായത്തിലൂടെ ഇമ്പൾസസ് ബ്രെയിനിലെത്തും. നെക്സ്റ്റ് എന്താ വരുന്നത്, ഫോംസ് എക്സ്പീരിയൻസ് ഓഫ് ടേസ്റ്റ്. അപ്പോൾ നമുക്ക് ടേസ്റ്റ് എന്നൊരിത് മനസ്സിലാകും. ഇനി 15th ക്വസ്റ്റ്യൻ, അനലൈസ് ദ പാർട്ട് ഓഫ് ആൻ ഇല്ലുസ്ട്രേഷൻ റിലേറ്റഡ് ടു ജനറ്റിക് എഞ്ചിനീയറിംഗ് ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ജനറ്റിക് എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു സംഭവം തന്നിട്ടുണ്ട്, അതിൽ നിന്ന് നമ്മൾ ഇതിൻ്റെ ആൻസർ പറയാനാണ് പറയുന്നത്. അതായത് പ്ലാസ്മിഡ് വിത്ത് ഇൻസുലിൻ പ്രൊഡ്യൂസ് ജീൻ. അത് എന്തൊക്കെയാണ്, ഇൻസുലിൻ പ്രൊഡ്യൂസ് ബൈ ജീനും പ്ലാസ്മിഡുമാണ്. ഇത് രണ്ടും കൂടിയിട്ടാണ് എന്താ പറയുന്നത് വരുന്നത്. അപ്പോൾ ഇതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ആഡ് ഫർദർ സ്റ്റെപ്സ് ആൻഡ് കംപ്ലീറ്റ് ദ ഇല്ലുസ്ട്രേഷൻ. ഇനി അടുത്ത സ്റ്റെപ്പുകൾ ആഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് പറയണം, ഈ ഇല്ലുസ്ട്രേഷൻ എന്താണെന്ന് പറയണം. അതിൽ വരുന്നത് ഫസ്റ്റ്, ഇൻസേർട്ടിങ് DNA ഇൻ ദ ബാലൻസ്ഡ് ഇൻസേർട്ടിങ് DNA ഇൻ ദ ബാക്ടീരിയൽ സെല്ലാണ്. ഓക്കെ, ബാക്ടീരിയൽ സെല്ലിലേക്ക് ഇൻസേർട്ടിങ് DNA ഇൻ ദ ബാക്ടീരിയൽ സെൽ, പ്രൊവൈഡിങ് എ ഫേവറബിൾ മീഡിയം ഫോർ ദ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ബാക്ടീരിയ. ഓക്കെ, അതായത് ബാക്ടീരിയക്ക് ഇതാവാൻ വേണ്ടിയിട്ട് ഒരു ഫേവറബിൾ മീഡിയം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ എന്താണ്, ബാക്ടീരിയ പ്രൊഡ്യൂസ് ഇനാക്റ്റീവ് ഫോം ഓഫ് ഇൻസുലിൻ പ്രൊഡ്യൂസിങ് ആക്റ്റീവ് ഇൻസുലിൻ ഫ്രം ദിസ് ആണ്. അതായത് ബാക്ടീരിയ കുറേ ഇനാക്റ്റീവ് ഫോം ഓഫ് എന്തുണ്ടാക്കും, ഇൻസുലിൻ ഉണ്ടാക്കും. അപ്പോൾ അതിൽ തന്നെ എന്തുണ്ടാക്കും, ആക്റ്റീവ് ഫോം ഓഫ് ഇൻസുലിനും അതിൽ നിന്ന് തന്നെ ഉണ്ടാകും. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതായത് ഇൻസേർട്ടിങ് DNA ഇൻ ദ ബാക്ടീരിയൽ സെൽ, പ്രൊവൈഡിങ് ഫേവറബിൾ മീഡിയം ഫോർ ദ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ബാക്ടീരിയ പ്രൊഡ്യൂസ് ഇനാക്റ്റീവ് ഫോം ഓഫ് ഇൻസുലിൻ പ്രൊഡ്യൂസിങ് ആക്റ്റീവ് ഇൻസുലിൻ ഫ്രം ദിസ്. ഓക്കെ, ഇനി സെക്കൻഡ് വൺ എന്താ വരുന്നത്, മെൻഷൻ എനി അതർ അഡ്വാൻറ്റേജസ് ഓഫ് ജനറ്റിക് എഞ്ചിനീയറിംഗ്. ജനറ്റിക് എഞ്ചിനീയറിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് അത് നമുക്ക് തന്നെ അറിയാലോ. ജനറ്റിക് എഞ്ചിനീയറിംഗ് ഫലമായിട്ടാണ് ഇപ്പം നമുക്ക് കുട്ടി DNA ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അതായത് അച്ഛൻ ഇതിപ്പോൾ നമ്മൾ വേറൊരാൾ വന്ന് പറയുകയാണ് ഇതിൻ്റെ മകളാണ് അല്ലെങ്കിൽ ഇതിൻ്റെ മകനാണെന്ന് പറഞ്ഞാൽ നമുക്ക് DNA ടെസ്റ്റിലൂടെ ശരിക്കും ഇത് ആരുടെ കുട്ടിയാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും അസ്ഥികൂടം കിട്ടുകയാണെങ്കിൽ അത് ആരുടേതാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ എന്താണ്, നമുക്ക് വിളവ് കർഷകരെ കുറേ സഹായിക്കുന്നത് ഇതെല്ലാം ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴിയാണ്. അപ്പോൾ അതെങ്ങനെ പറയുന്നത് വെച്ചാൽ, മെഡിസിൻസ് ക്യാൻ ബി ഡെവലപ്ഡ് ഫ്രം ജനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്, generally modified animals and plants that naturally block certain diseases like pets, etc. Genetic disease can be cured by gene therapy. DNA test is widely used in criminal investigation. അപ്പോൾ മനസ്സിലായില്ലേ, അപ്പോൾ ജനറ്റിക് ഡിസീസസ് നമുക്ക് കുറേയൊക്കെ ഈ ഇത് വെച്ചിട്ട് നമുക്ക് ജീൻ തെറാപ്പിയിലൂടെ നമുക്ക് മാറ്റാൻ കഴിയും. അതുപോലെ തന്നെ എന്താണ്, മെഡിസിൻസ് നമുക്ക് പ്ലാന്റ്സിനും ആനിമൽസിനും ഇതിൽ നിന്നും ഉണ്ടാക്കാം. അതുപോലെ തന്നെ എന്താണ്, ഈ കുറേ എന്താണ് വിളകളിൽ ഉണ്ടാകുന്ന അസുഖങ്ങളെ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള പ്രോട്ടീൻസ് ഉൽപ്പാദിപ്പിക്കുന്ന വിളകളെ നമുക്ക് ഇതാക്കിയെടുക്കാം. ഇതെല്ലാം ഈ ജനറ്റിക് എഞ്ചിനീയറിങ്ങിൻ്റെ ഫലമായിട്ടാണ്. ഇനി 16th വൺ, ദ ഹൈബ്രിഡൈസേഷൻ പ്രോസസ് ഓഫ് എ ടോൾ റൗണ്ട് സീഡഡ് പ്ലാന്റ്സ് വിത്ത് എ ഡ്രാഫ്റ്റ് വ്രിങ്കിൾ സീഡ് പ്ലാന്റ് ഈസ് ഇല്ലുസ്ട്രേറ്റഡ് ബിലോ. അതായത് ഹൈബ്രിഡൈസേഷൻ പ്രോസസ്സാണ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണ് ചെയ്യുന്നത്, ടോൾ റൗണ്ട് സീഡഡ് പ്ലാന്റ്സും പിന്നെ ഡ്രാഫ്റ്റ് വ്രിങ്കിൾഡ് സീഡ്സ് പ്ലാന്റ്സും വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ പാരൻ്റ് എന്ന് പറയുന്നത് 2 ക്യാപിറ്റൽ T 2 ക്യാപിറ്റൽ R ആണ്. പിന്നെ അതിൻ്റെ മറ്റേതിൻ്റെ പാരൻ്റ് എന്ന് പറഞ്ഞാൽ 2 സ്മോൾ Tയും 2 സ്മോൾ Rഉമാണ്. അപ്പോൾ അതിൽ നിന്നും 1ഉം 2ഉം കണ്ടിട്ട് ക്യാപിറ്റൽ T സ്മോൾ T ക്യാപിറ്റൽ R സ്മോൾ R ആണ്. അപ്പോൾ ഐഡൻറ്റിഫൈ ആൻഡ് ഫസ്റ്റത്തെ ഓപ്ഷൻ എന്താ പറയുന്നത് വെച്ചാൽ ഐഡൻറ്റിഫൈ ഫിൽ 1 and 2. ഇപ്പോൾ ഫസ്റ്റത്തെ പാരൻറ്റിൽ നിന്ന് ക്യാപിറ്റൽ T Rഉം സെക്കൻഡ് പാരൻറ്റിൽ നിന്ന് സ്മോൾ T Rഉം കൂടി വന്നിട്ടാണ് ക്യാപിറ്റൽ T സ്മോൾ T ക്യാപിറ്റൽ R സ്മോൾ R വരുന്നത്. ഓക്കെ, ഇനി ബി,
What may be the character that will appearing in the plants produced as a result of the self-pollination of the first generation. അപ്പോൾ ഇങ്ങനെ ഒരു സെൽഫ് പോളിനേഷൻ ചെയ്യുമ്പോൾ ആരൊക്കെയാണ് നമുക്ക് കിട്ടുന്നതെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഫസ്റ്റത്തെ വരുന്നത് ടോൾ പ്ലാന്റ് വിത്ത് എ റൗണ്ടഡ് സീഡ്. നല്ല നീളമുള്ള പ്ലാന്റുമാണ് റൗണ്ടഡ് സീഡും. അപ്പോൾ അതിൽ വരുന്നത് TTRR ഫുൾ ക്യാപിറ്റലാണ്. TTR സ്മോൾ ആർ, പിന്നെ T ക്യാപിറ്റൽ, T സ്മോൾ ക്യാപിറ്റൽ RR, T ക്യാപിറ്റൽ, സ്മോൾ t ക്യാപിറ്റൽ R സ്മോൾ r. ഓക്കെ, ഇനി ടോൾ പ്ലാന്റ് വിത്ത് എ വ്രിങ്കിൾഡ് സീഡ്. അതായത് ടോൾ പ്ലാന്റ് ആണ്, വ്രിങ്കിൾഡ് സീഡാണ്. അത് എന്താണെന്ന് വെച്ചാൽ ക്യാപിറ്റൽ Tയും സ്മോൾ ആറും, ക്യാപിറ്റൽ T സ്മോൾ ആറും വരും. ഇനി ഡോഫ് പ്ലാന്റ് വിത്ത് എ റൗണ്ടഡ് സീഡ്. ഡോഫ് പ്ലാന്റ് വിത്ത് റൗണ്ടഡ് സീഡ് വരുന്നത് എന്താണ്? സ്മോൾ t ക്യാപിറ്റൽ R, സ്മോൾ t ക്യാപിറ്റൽ R ആൻഡ് സ്മോൾ r വരും. ഇനി ഡോഫ് പ്ലാന്റ് വിത്ത് എ വ്രിങ്കിൾഡ് സീഡ്, അത് സ്മോൾ tയും സ്മോൾ ആറുമാണ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. 17th one. Write a short note which explains the mode of transmission and precaution of rat fever to include in an pamphlet പ്രിപ്പയറിംഗ് ഫോർ ആൻ അവയർനെസ് പ്രോഗ്രാം. അതായത് നമുക്ക് അറിയാം എന്താണ് റാറ്റ് ഫീവറിൻ്റെ കാരണമായിട്ടുള്ളതിൻ്റെ എന്താണ് കാരണമെന്നും അതെങ്ങനെയാണ് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എങ്ങനെയാണ് പകരുന്നതെന്നും അതിനെടുക്കേണ്ട പ്രിക്കോഷൻസ് എന്താണെന്നും നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പോൾ ആദ്യം എന്താണ് അസുഖം എന്നുള്ളത് നമുക്ക് പറയണം. ആൻസർ ആണ് ദ ബാക്ടീരിയ ദാറ്റ് കം ഔട്ട് ത്രൂ ദ യൂറിൻ ഓഫ് റാറ്റ്, ഡോഗ് and some other animals remain alive in stagnant water and moisture when we through the water the bacteria enter our blood through wounds ആണ്. അതെന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ശരീരത്തിലേക്ക് എന്താണ് ഇത് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ ഇപ്പം നായുടെയോ പട്ടിയുടെയോ മൂത്രത്തിൽ നിന്നും അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റ് ആനിമൽസിൽ നിന്നും അവർ മൂത്രത്തിൽ നിന്നാണ് ഇതിൻ്റെ ബാക്ടീരിയ ഇതേക്കുന്നത്. എന്നിട്ട് ഇത് ബാക്ടീരിയ നമ്മൾ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൂടെയോ അല്ലെങ്കിൽ ഈർപ്പത്തിലൂടെയോ അത് വെള്ളത്തിൽ തന്നെ അത് കുറേ കാലം അവശേഷിക്കും. എന്നിട്ട് നമുക്ക് മുറിവുള്ള കാലുകൊണ്ടൊക്കെ നമ്മൾ ആ വെള്ളത്തിൽ തൊടുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലെ മുറിവിലൂടെ ആ ബാക്ടീരിയ നമ്മുടെ ബ്ലഡിലേക്ക് കലരും. അങ്ങനെയാണ് ഇത് നമ്മുടെ ശരീരത്തിൽ എത്തുന്നത്. ഇനി ഇതിനെടുക്കുന്ന പ്രിക്കോഷൻ എന്താണെന്ന് വെച്ചാൽ എലിമിനേറ്റ് റാറ്റ്സ് ബൈ കീപ്പിംഗ് ദ സറൗണ്ടിങ് ക്ലീൻ ബൈ അവോയ്ഡിങ് ഡംപിങ് ഓഫ് ഡിക്കേയിങ് സബ്സ്റ്റൻസസ് ആണ്. അതായത് നമ്മൾ നമ്മുടെ പരിസരം നമ്മൾ എപ്പോഴും ശുചിയായിട്ട് സൂക്ഷിക്കുകയാണ്. എന്നിട്ട് റാറ്റുകൾ വരുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മൾ അതിൽ നിന്ന് എപ്പോഴും രക്ഷിക്കുക. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ എന്താണ് ബി കെയർഫുൾ വൈൽ സ്റ്റെപ്പിംഗ് ഇൻ ടു സ്റ്റാഗ്നന്റ് വാട്ടർ, വിയർ ലോങ് ഗ്ലൗസ് ആൻഡ് ഗം ബൂട്ട് വൈൽ വാക്കിംഗ് ഇൻ ഫീൽഡ് ആൻഡ് സ്റ്റീംസ് ആണ്. അതായത് ഇപ്പോൾ നമ്മൾ ഈ അഴുക്കുചാലിലോ അങ്ങനെയൊക്കെ വർക്ക് ചെയ്യാനുള്ള സാഹചര്യം അങ്ങനെ എന്തെങ്കിലും വരാണെങ്കിൽ നമ്മൾ നല്ല നീളത്തിലുള്ള ഗ്ലൗവും അതുപോലെ തന്നെ ഗം ബൂട്ട്സൊക്കെ ഇട്ടിട്ട് നമ്മൾ ശ്രദ്ധിക്കാൻ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൊക്കെ ചവിട്ടുമ്പോൾ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കുകയാണ്. അതുപോലെ തന്നെ എന്താണ് വാക്സിനേറ്റിംഗ് ഈസ് ദ മോസ്റ്റ് എഫക്റ്റീവ് മെത്തേഡ് ടു ഫൈറ്റ് അഗെയിൻ ദ റാറ്റ് ഫീവർ. പിന്നെ അതിനെതിരായിട്ടുള്ള വാക്സിൻസ് നമ്മൾ സ്വീകരിക്കുക, അതും നല്ലൊരു മെത്തേഡാണ്. ഓക്കെ, ഇനി 18th ക്വസ്റ്റ്യൻ നോക്കാം. അനലൈസ് ദ ഇല്ലുസ്ട്രേഷൻ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. ഒരു ചിത്രം തന്നിട്ടുണ്ട്, അതിൽ നിന്ന് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യാനാണ് പറയുന്നത്. അപ്പം നമ്മൾ റൈറ്റ് ദ നെയിംസ് 1 and 2 ആണ്. 1ഉം 2ഉം അടയാളപ്പെടുത്തിയിട്ടുണ്ട്, അതിൻ്റെ നെയിംസ് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു തീയിൽ കൈക്കിടുമ്പോൾ ഇത് സ്പൈനൽ കോഡിൽ എത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് പറയുന്നത്. പെട്ടെന്ന് നമ്മൾ ആ കൈ പിന്തിരിക്കില്ല, നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കിത് എടുക്കണമെന്ന് മനസ്സിലാവുന്നത് എന്താ കാരണം എന്നാണ്. അതിൽ ഫസ്റ്റ് കാണിച്ചിരിക്കുന്നത് എന്താണ്? സെൻസറി ന്യൂറോണാണ്. രണ്ടാമത്തേതാണ് ഇൻ്റർ ന്യൂറോൺ എന്ന് പറയുന്നത്. ഓക്കെ, ഓൾ ആക്സിഡൻ്റൽ റെസ്പോൺസ് കൺട്രോൾഡ് ബൈ 3 എന്ന് പറഞ്ഞത് എന്താണ്? 3 ആണ് സെറിബ്രൽ റിഫ്ലെക്സസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ആക്സിഡൻറ്റ് റെസ്പോൺസും കൺട്രോൾ ചെയ്യുന്നത് സെറിബ്രൽ റിഫ്ലെക്സ് കാരണമാണ്. എക്സ്പ്ലെയിൻ ദ എക്സാമ്പിൾ. അതിൻ്റെ എക്സാമ്പിൾ പറയാനാണ് പറയുന്നത്. എല്ലാ ആക്സിഡൻ്റൽ റെസ്പോൺസും കൺട്രോൾ ചെയ്യുന്നത് എന്താണ്? ഈ സെറിബ്രൽ റിഫ്ലെക്സ് അല്ല. ഓൾ റിഫ്ലെക്സസ് ആർ നോട്ട് അണ്ടർ കൺട്രോൾ ഓഫ് ദ സ്പൈനൽ കോഡ്. Certain cerebral reflexes like we close our eyes or when something fall into it
അതായത് എല്ലാ റിഫ്ലെക്സസും എന്താണ് സ്പൈനൽ കോഡിൻ്റെ കൺട്രോളിലല്ല വരുന്നത്. സെറിബ്രൽ റിഫ്ലെക്സസ് എന്ന് പറയുന്നത് നമ്മളുടെ പെട്ടെന്ന് ഇപ്പോൾ നമ്മളുടെ കണ്ണിലേക്ക് എന്തെങ്കിലും വീഴുമ്പോഴത്തേക്ക് നമ്മൾ കണ്ണ് പൂട്ടുന്നില്ല, അതാണ് സെറിബ്രൽ റിഫ്ലെക്സസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആൻ ഇല്ലുസ്ട്രേഷൻ റിലേറ്റഡ് ടു ഹ്യൂമൻ ഇവല്യൂഷൻ ഈസ് ഗിവൺ. 19th ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്. റിഫ്ലെക്സ് ടു ഹ്യൂമൻ ഇവല്യൂഷൻ ഈസ് ഗിവൺ. അനലൈസ് ഇറ്റ് ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതായത് ചിമ്പാൻസി കുരങ്ങനിൽ നിന്നും മനുഷ്യരിലേക്ക് വന്ന പരിണാമമാണ് ഇവിടെ കാണിക്കുന്നത്. അതിൽ 1, 2 എന്ന് പറഞ്ഞിട്ട് ഓരോന്നും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഈ ആന്ത്രോപീഡിയയിൽ നിന്നാണ് ഇതൊക്കെ വേരിയേഷൻസ് ഉണ്ടായതെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. റൈറ്റ് ദ നെയിംസ് ഓഫ് കാറ്റഗറീസ് 1 and 2. 1 ഉം 2 ഉം. അപ്പോൾ ആന്ത്രോപീഡിയയിൽ നിന്നാണ് എന്ത് വരുന്നത്? ഒന്ന് സെർക്കോപിത്തിക്കോഡിയ, മറ്റേത് ഹോമിനോയിഡ. ബി വരുന്നത് എന്താണ്? മെൻഷൻ ദ 2 ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ് ഓഫ് എൻ ഓർഗാനിസം ബിലോങ്ങിങ് ടു 2. അതായത് സെക്കൻഡ് കാറ്റഗറി ഹോമിനോയിഡയിൽ വരുന്ന 2 ക്യാരക്ടേഴ്സ് പറയാനാണ് പറയുന്നത്. എന്ന് പറയുന്നത് എന്താണ്? ഡെവലപ്ഡ് ബ്രെയിൻ, ഫ്രീലി മൂവബിൾ ഹാൻഡ്സ്. അവരുടെ ബ്രെയിൻ ഒന്നും കൂടി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കൈയും കാലും എല്ലാം ഫ്രീലി മൂവബിൾ ആണ്, അതായത് കൈകൾ. പിന്നെ എന്താണ് പറയുന്നത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സി നോക്കാം. ഹൗ ഡസ് ദ കമ്പാരിറ്റീവ് സ്റ്റഡി ഓഫ് ഹീമോഗ്ലോബിൻ ഹെൽപ്പ് ടു ഐഡൻറ്റിഫൈ ദ ഇവല്യൂഷണറി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാൻ ആൻഡ് ചിമ്പാൻസി? How does the comparative study of hemoglobin help to identify the evolutionary relationship between man and chimpanzee? അതായത് ഹീമോഗ്ലോബിൻ്റെ കമ്പാരറ്റീവ് സ്റ്റഡി നിന്ന് നമുക്ക് എങ്ങനെയാണ് ചിമ്പാൻസിയും മാനും തമ്മിൽ റിലേഷൻ, അതായത് ഒരു ഇവല്യൂഷണറി റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. No difference in the number of amino acids in the beta chain of the hemoglobin in man and chimpanzee. ഒരു ഡിഫറൻസും ഇല്ല. അതായത് നമ്പർ ഓഫ് ബീറ്റ ചെയിനിലുള്ള നമ്പർ ഓഫ് അമിനോ ആസിഡ്സിൻ്റെ ഹീമോഗ്ലോബിനിലെ ബീറ്റ ചെയിനിലുള്ള നമ്പർ ഓഫ് അമിനോ ആസിഡ്സ് മാനും ചിമ്പാൻസിലും സെയിം ആണെന്നാണ് പറയുന്നത്. ഇനി 20th ക്വസ്റ്റ്യൻ നോക്കാം. സെലക്ട് സ്യൂട്ടബിൾ ഐറ്റം ഫ്രം ദ ബോക്സസ് ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ റിലേറ്റഡ് ടു ഹോർമോൺ ഡിഫക്ട്സ് ആണ്. അതായത് ഓരോ ഗ്ലാൻഡും അതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണും അതിൻ്റെ ഡിഫക്ട്സും പിന്നെ അതിൻ്റെ സിംറ്റവുമാണ് തന്നിരിക്കുന്നത്. ആദ്യം തന്നെ പാൻക്രിയാസ് എന്ന ഗ്ലാൻഡാണ്. അതിലുണ്ടാക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന അസുഖം എന്താണ്? ഡയബറ്റിസ് ആണ്. അപ്പോൾ അതിൻ്റെ സിംറ്റം എന്താണ്? പ്രസൻസ് ഓഫ് ഗ്ലൂക്കോസ് ഇൻ യൂറിൻ, അതായത് യൂറിനിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടും. ഇനി ഹൈപ്പോതലാമസിൽ എന്താ ഉള്ളത്? അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് വാസോപ്രസിൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഡിഫക്റ്റ് എന്ന് പറയുന്നത് ഡയബറ്റിസ് ഇൻസിപ്പിഡസ് ആണ്. അതിൻ്റെ ഡിഫക്റ്റ് എന്ന് പറയുന്നത് അതെന്താ വെച്ചാൽ ഫ്രീക്വൻറ്റ് യൂറിനേഷൻ ആണ്. ഇങ്ങനെ നിർത്താതെ മൂത്രമൊഴിക്കാൻ തോന്നാം. മൂന്നാമത്തെ ഗ്ലാൻഡാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. അതായത് സൊമാറ്റോട്രോപ്പിൻ എന്ന് പറയുന്നത്. സൊമാറ്റോട്രോപ്പിൻ അതിൻ്റെ ഡിഫക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? അക്രോമെഗാലി എന്നാണ്. അക്രോമെഗാലി. അതിൻ്റെ സിംറ്റം പറയുന്നത് ഗ്രോത്ത് ഓഫ് ദ ബോൺസ് ഓൺ ദ ഫേസ് ആൻഡ് ജോ ആണ്. ഓക്കെ, 21th ക്വസ്റ്റ്യൻ നോക്കാം. ഐഡൻറ്റിഫൈ ദ ഗ്ലാൻഡ് ഇൻഡിക്കേറ്റഡ് ഇൻ ദ പിക്ചർ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നെയിം ദ ഹോർമോൺ പ്രൊഡ്യൂസഡ് ബൈ ദ പാർട്ട് ഇൻഡിക്കേറ്റഡ് ആസ് 1 വിച്ച് സ്ലോ ഡൗൺ ദ ആക്ഷൻ ഓഫ് ഡിഫൻസ് സെൽ. ഇത് ഫസ്റ്റത്തേതാണ് കോർട്ടെക്സ് എന്ന് പറയുന്നത്. കോർട്ടെക്സിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് കോർട്ടിസോൾ എന്ന് പറയുന്നത്. ബി എന്താണ്? നെയിം ദ 2 ഹോർമോൺ പ്രൊഡ്യൂസഡ് ബൈ ദ പാർട്ട് ഇൻഡിക്കേറ്റഡ് ആസ് 2. രണ്ടാമത്തെ പാർട്ടാണ് മെഡുല്ല എന്ന് പറയുന്ന പാർട്ട്. അവിടുന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന 2 ഹോർമോണാണ് അഡ്രീനാലിനും നോൺ അഡ്രീനാലിനും. അഡ്രീനാലിൻ്റെ മറ്റൊരു പേരാണ് എന്ന് പറയുന്നത്? എപ്പിനെഫ്രിൻ എന്ന് പറയുന്നത്. ഇതെന്താണ്? ആക്ട് അലോങ് വിത്ത് ദ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ഡ്യൂറിങ് എമർജൻസീസ്. ദിസ് ഹെൽപ്പ് ടു റെസിസ്റ്റ് ഓർ വിഡ്രോ അവർ സെൽസ് ഫ്രം സച്ച് സിറ്റുവേഷൻസ് ആണ്. അതായത് എമർജൻസി സിറ്റുവേഷനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോനാണ് ഇത്. സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റമായിട്ടാണ് കണക്ട് ചെയ്തിട്ട് പ്രവർത്തിക്കുന്നു. ഇത് പെട്ടെന്ന് തന്നെ നമുക്കൊന്നെങ്കിൽ അതിനെ അവിടെ തടഞ്ഞ് നിർത്തുക, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് വിഡ്രോ ചെയ്യാനോ പറ്റും ഈ എമർജൻസി സിറ്റുവേഷനിൽ നിന്ന്. പിന്നെ രണ്ടാമത്തെ ഹോർമോണാണ് നോൺ അഡ്രീനാലിൻ. അതിനെ നോൺ എപ്പിനെഫ്രിൻ എന്നും പറയും. ഇത് ആക്ട് അലോങ് വിത്ത് ദ എപ്പിനെഫ്രിൻ ആണ്. ഇത് അഡ്രീനാലിൻ്റെ കൂടെ ആക്ട് ചെയ്യുന്നതാണ് നോൺ അഡ്രീനാലിൻ പറയുന്നത്. ഇനി രണ്ടാമത്തേത് പറഞ്ഞു. ഓക്കെ, ഇനി തേർഡ് വൺ. റൈറ്റ് 2 ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ഓഫ് ആൽഡോസ്റ്റിറോൺ. ആൽഡോസ്റ്റിറോണിൻ്റെ 2 ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസിനെ കുറിച്ച് പറയാനാണ് പറയുന്നത്. അതിൻ്റെ ഫസ്റ്റ് ഫങ്ഷൻ മെയിൻറ്റെയിൻ ബ്ലഡ് പ്രഷർ.
അത് ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യും. അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ദ സാൾട്ട് വാട്ടർ ലെവൽ ഇൻ ദ ബോഡി ബൈ ആക്ടിങ് ഇൻ കിഡ്നീസ്. അതായത് എന്താണ് കിഡ്നിയിൽ ആക്ട് ചെയ്തിട്ട് നമ്മുടെ ശരീരത്തിലുള്ള വെള്ളത്തിൻ്റെയും ഉപ്പിൻ്റെയും സന്തുലനാവസ്ഥ ലെവൽ ചെയ്യും. ഓക്കെ, ഇനി 22ാമത്തേത് എക്സ്പ്ലെയിൻ ഹൗ ബോഡി വിൽ റിയാക്ട് ടു ദ സിറ്റുവേഷൻ ഡിസ്ക്രൈബ്ഡ് ബിലോ. ഈ ബോഡി എക്സ്പ്ലെയിൻ ഹൗ ബോഡി വിൽ റിയാക്ട് ടു ദ സിറ്റുവേഷൻ ഡിസ്ക്രൈബ്ഡ് ബിലോ. താഴെ നൽകിയിരിക്കുന്ന ഇതിന് വെച്ചിട്ട് ബോഡി എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നതെന്ന് പറയാനാണ് പറയുന്നത്. 1. എ ഫോറിൻ ആൻറ്റിജൻ റീച്ചസ് വൺസ് ബ്ലഡ്. നമ്മുടെ ശരീരത്തിൽ വേറൊരു ആൻറ്റിജന് ബ്ലഡിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നാണ് പറയുന്നത്. വെൻ എ ഫോറിൻ ആൻറ്റിജൻ റീച്ചസ് എ പേഴ്സൺ ബ്ലഡ് ദ റെസിപ്പിയൻസ് ഡിഫെൻസ് ആക്ടിവിറ്റി സ്റ്റിമുലേറ്റഡ്. ഓക്കെ, അപ്പം തന്നെ നമ്മൾ ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള ഇത് സ്റ്റിമുലേറ്റ് ചെയ്യും. Then the antigen in the received blood and antibody in the recipient blood will react with each other. അപ്പോൾ എന്താണ് നമ്മൾ സ്വീകരിച്ചതിലുള്ള ആൻറ്റിജനും നമ്മുടെ ബോഡിയിലുള്ള ആൻറ്റിബോഡിയും തമ്മിൽ റിയാക്ട് ചെയ്യും. ദിസ് റിസൾട്ട് ഇൻ ദ ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡ്. അങ്ങനെ ഇതെന്താണ് ബ്ലഡ് കട്ട പിടിക്കാൻ സഹായിക്കും. സോ എ പേഴ്സൺ കാൺ റിസീവ് എനി ടൈപ്പ് ഓഫ് ബ്ലഡ്. അതിന് ഫലമായിട്ട് ഒരു പേഴ്സണ് അദ്ദേഹത്തിൻ്റെതല്ലാത്ത വേറൊരു ബ്ലഡും സ്വീകരിക്കാൻ പറ്റില്ല. വൺ ക്യാൻ റിസീവ് ഓൺലി ദ ബ്ലഡ് ദാറ്റ് മാച്ചസ് കറക്റ്റ്ലി. അപ്പോൾ അവനക്ക് പറ്റിയ മാച്ച് ചെയ്ത് അപ്പോൾ AB ഗ്രൂപ്പുകാർക്ക് AB മാത്രം അങ്ങനെ ഉള്ളതാണ് നമുക്ക് മാച്ച് ചെയ്യുന്ന ബ്ലഡ് മാത്രമേ നമുക്ക് സ്വീകരിക്കാൻ പറ്റുള്ളൂ എന്ന്. ഇനി സെക്കൻഡ് സിറ്റുവേഷൻ നോക്കാം. ദ കോമ്പണൻറ്റ് ഓഫ് വാക്സിൻസ് എൻ്റർ ദ ബോഡി. ഓക്കെ, അതിങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. വെൻ ദ കോമ്പണൻറ്റ് ഓഫ് വാക്സിൻ അഗെയിൻസ്റ്റ് എ പെർട്ടിക്കുലർ ഡിസീസ് എൻ്റർ ദ ബോഡി ഇറ്റ് വിൽ ആക്ട് ആസ് ആൻറ്റിജൻ ദാറ്റ് സ്റ്റിമുലേറ്റ് ദ ഡിഫെൻസ് മെക്കാനിസം ഇൻ ദ ബോഡി. അതായത് നമ്മുടെ ശരീരത്തിലുള്ള ഒരു അസുഖത്തിന് പകരം നമ്മളൊരു വാക്സിന് അതിൽ നമ്മൾ ഇതാക്കുകയാണ്. അപ്പോൾ വാക്സിൻ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ആൻറ്റിബോഡീസ് ആർ ഫോമഡ് ഇൻ ദ ബോഡി അഗെയിൻസ്റ്റ് ദം. അപ്പോൾ ഈ ആൻറ്റിജനെ സ്റ്റിമുലേറ്റ് ഇപ്പം വാക്സിൻ നമ്മുടെ ശരീരത്തിലേക്ക് കയറിയിട്ട് ആൻറ്റിജനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ആൻറ്റിബോഡി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കും. ദ ആൻറ്റിബോഡീസ് ആർ retained in the body which later on protect the body from the pathogens responsible for the same disease. അപ്പോൾ ഈ അസുഖത്തിനെ പ്രതിരോധിക്കുന്ന പാത്തജൻസ് നമ്മുടെ ബ്ലഡിൽ ഉണ്ടാവില്ല, ഇതിനെതിരെ അത് പ്രതിരോധിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. റീഡ്രോ ദ പിക്ചർ ഗിവൺ ബിലോ. ഐഡൻറ്റിഫൈ ദ നെയിം ഇൻഡിക്കേറ്റഡ് ആൻഡ് ലേബൽ ദ പാർട്സ്. ഈ പിക്ചർ ഒന്നും കൂടി നിങ്ങളുടെ ടെക്സ്റ്റിലേക്ക് വരച്ചിട്ട് എന്നിട്ട് അതിൽ കാണിക്കുന്ന ഓരോ ഭാഗങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, 4 മാർക്കിൻ്റെ. ഫസ്റ്റത്തെ എന്താണ് പറയുന്നത്? ദ പാർട്ട് റിഫ്രാക്ട് ലൈറ്റ് റേസ് ഇൻ ടു ദ ഐ. എവിടെ നിന്നാണ് ഇത് ലൈറ്റ് റേ റിഫ്രാക്ട് ചെയ്യുന്നതാണ്, ആ ഭാഗമാണ് കോർണിയ എന്ന് പറയുന്നത്. രണ്ടാമത്തത് ദ പാർട്ട് ദാറ്റ് അഡ്ജസ്റ്റ് ഇറ്റ്സ് സൈസ് ആസ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് വേരീസ്. ഇതെന്താണ്? ദ പാർട്ട് ദാറ്റ് അഡ്ജസ്റ്റ് ഇറ്റ്സ് സൈസ് ആസ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് വേരീസ്. ആ പാർട്ടാണ് എന്ത് പറയുന്നത്? പ്യൂപ്പിൾ എന്ന് പറയുന്നത്. ആ ഭാഗത്താണ് ഈ സംഭവം നടക്കുന്നത്. ഇനി തേർഡ് വൺ, ദ പാർട്ട് ഓഫ് റെറ്റിന വേർ പ്ലെൻറ്റി ഓഫ് ഫോട്ടോ റിസെപ്റ്റേഴ്സ് ആർ സെയിൻ. അതാണ് യെല്ലോ സ്പോട്ട് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ 2020 ക്വസ്റ്റ്യൻ പേപ്പർ ഫുള്ള് നമ്മൾ സോൾവ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ നമുക്ക് മനസ്സിലായി ഏതൊക്കെ പാർട്ടിൽ നിന്ന് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നു, ഏതൊക്കെയായിരിക്കും ഇമ്പോർട്ടൻറ്റ് പാർട്സ് എന്നുള്ളത്. പക്ഷേ ഇങ്ങനെ തന്നെ ഫോളോ ചെയ്യാൻ പറ്റില്ല, കാരണം ചിലപ്പോൾ അവർക്ക് ഇപ്പോൾ വേറെ ഭാഗത്തു നിന്നും ചോദിക്കാം. എന്നാലും നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഒരു ടെക്സ്റ്റ് ബുക്കിലെ കുറേ ഭാഗങ്ങൾ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇനി ഇതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ അത്രയും പാർട്ട് നമുക്ക് കവർ ചെയ്യാനും പറ്റും. ഓക്കെ, താങ്ക് യു.